ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം ഒന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. മഴയും ഇതൊക്കെ ആയിട്ട് ഒന്നും പുറത്തോട്ട് പോലും മോനെയും കൊണ്ടൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇന്ന് ശനിയാഴ്ച എത്രാം തീയതി? 12-ാം തീയതി. ശനിയാഴ്ച 12-ാം തീയതി വൈകുന്നേരം 7:30 സമയം നമ്മളൊന്ന് കൊച്ചിയിൽ ഒരു റൗണ്ട് അടിച്ചിട്ട് തിരിച്ച് ഒരു 8-9 മണിയാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 10 മണിക്കകത്ത് തിരിച്ച് വരാമെന്നുള്ള പ്ലാനിലൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. സൈഡും കണ്ണ് വേണം, ഇല്ലെങ്കിൽ 4 സൈഡും പോരാ മോനെ, 8 കണ്ണ് വല്ലതും വേണം. വീണ്ടും യൂട്ടേൺ എടുത്ത് സ്റ്റേഡിയത്തിൻ്റെ എൻട്രിയുടെ അവിടെ എത്താൻ പോവുകയാണ്. യെസ്, ലെഫ്റ്റ് ടേൺ. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ എൻട്രി സ്റ്റാർട്ടിംഗ് റോഡ്. ഇവിടെ എന്തോ ഫസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ, കോട്ടൺ ഫാബ് ഫസ്റ്റ്. എന്തോ ഫസ്റ്റ് നടക്കുന്നുണ്ട്. നോക്ക്, ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പം നമ്മള് ഇപ്പോ വാപ്പി ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യൂലേ, ഐഡലി കഫേ, അത് വാപ്പി കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെയാണ്, ഈ സ്റ്റേഡിയത്തിൻ്റെ അടുത്താണ്, സ്റ്റേഡിയത്തിൻ്റെ ബിൽഡിങ്ങിനകത്താണ്. സ്റ്റേഡിയം ബിൽഡിംഗ് എത്തി. നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് നമ്മൾ ഇടയ്ക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയൊക്കെ ഓർഡർ ചെയ്ത് ഐഡലി കഫേ, വൺ ഓഫ് ദ ബെസ്റ്റ് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. അത് കണ്ടോ, ഐഡലി കഫേ. ഇത് ഒരു ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സ് ആണ്. അപ്പോൾ നല്ല ടേസ്റ്റി ഫുഡാണ് അവിടുത്തെ. പക്ഷേ സ്വിഗ്ഗി ബോയ്സിനെ ഭയങ്കര മോശമായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യണതെന്ന് കഴിഞ്ഞ പ്രാവശ്യം സ്വിഗ്ഗി ഡെലിവറി തന്ന പയ്യൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് എന്താണെന്ന് അറിയില്ല, കാരണം ഞാൻ ഡിലേ വന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞതാണ്. എന്താണങ്ങനെ എന്ന് അറിയില്ല. ആരെങ്കിലും ഐഡലി കഫേയുടെ റെസ്പോൺസിബിൾ പേഴ്സൺസ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് ടേക്ക് കെയർ ചെയ്യാൻ ശ്രമിക്കണം. കാരണം സ്വിഗ്ഗി ബോയ്സ് എന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ ഞാൻ പയ്യൻ്റെ അടുത്ത് നല്ല ഡിലേ വന്നു. ഏകദേശം ഇവിടെ നിന്ന് ഞാൻ താമസിക്കുന്നിടത്തോട്ട് ഏകദേശം 1-1.5 കിലോമീറ്ററേ ഉള്ളൂ. എന്നാൽ 50 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവർ അടുപ്പിച്ചായി. ഇൻ ബിറ്റ്വീൻ 50 മിനിറ്റ്സ് ആൻഡ് 60 മിനിറ്റ്സ് ആയി ഡെലിവറി. അപ്പോൾ അത് ചോദിച്ചപ്പോഴത്തേക്ക് ഡെലിവറി ബോയ് പറഞ്ഞത് അവിടെ നമ്മുടെ എന്ന് വെച്ചാൽ ആക്ച്വൽ വേർഡ് പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ തെരുവ് പട്ടിയേക്കാളും ഇറസ്പെക്റ്റ് ആയിട്ടാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യണത് എന്നുള്ള വേർഡാണ് ആ പയ്യൻ പറഞ്ഞത്. അപ്പോൾ അത് എത്രത്തോളം എങ്ങനെയെന്നുള്ളത് അറിയില്ല. ഇനി ആ പുള്ളിയുടെ ദേഷ്യം കാരണം കൊണ്ട് പറഞ്ഞതാണോ എങ്ങനെയെന്നുള്ളത് അറിയില്ല. അപ്പോൾ അതൊന്ന് അധികാരികൾ ഒന്ന് ചെക്ക് ചെയ്താൽ, കാരണം അത് നിങ്ങൾക്ക് നിങ്ങളുടെ റെപ്യൂട്ടേഷനെയാണ് അത് ബാധിക്കുക. ഏതെങ്കിലും ഒരു എംപ്ലോയി ആയിരിക്കും അത് കാണിക്കണം. നമ്മൾ സ്റ്റേഡിയം കറങ്ങി ഒരു പകുതി കറങ്ങി എത്തി. ഇനി നമ്മളെങ്ങോട്ട് പോകാനാ? നമ്മളിപ്പോൾ കണ്ടെയ്നർ റോഡിലോട്ട് തിരിയുന്ന ജംഗ്ഷനിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരെ കാണുന്നത് നമ്മുടെ പ്രസ്റ്റീജിൻ്റെ ഫ്ലാറ്റ് സമുച്ചയമാണ്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു റൗണ്ട് അബൌട്ട് ഉണ്ട്. അവിടെ നിന്ന് നേരെ
റൈറ്റിലോട്ട് തിരിഞ്ഞാൽ കണ്ടെയ്നർ റോഡിലോട്ടെത്തി. റൈറ്റ് ലെഫ്റ്റിലോട്ടാണ് വല്ലാർപാടം പോണത്. റൈറ്റ് ടു ലെഫ്റ്റ് ഉള്ള റോഡാണ് കണ്ടെയ്നർ റോഡ്. കോട്ടയാട്, നെപ്റ്റ്യൂൺ കോട്ടയാട് പ്രസ്റ്റീജിൻ്റെ അല്ലേ? അതിനകത്തുള്ള ഓരോ ടവറിനും ഓരോ പേരായിരിക്കും മോനെ. അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിന് ഫുള്ള് അങ്ങനെയാണോ പേര്? ഇല്ല, ഈ പ്രോജക്റ്റിൻ്റെ കോമൺ നെയിം നെപ്റ്റ്യൂൺസ് കോർട്ട്യാർഡ് അല്ലേ? അടുത്ത വലിയ വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ഒരു നൈറ്റ് ലൈഫ് ഏരിയ എന്ന് വേണമെങ്കിൽ ഇത് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. പാതിരാത്രി വരെ ഇവിടെ ലൈവാണ് ആൾക്കാർ. പാർക്കിംഗ് കിട്ടാനാണ് പാട്. നോക്കാം, നമുക്ക് അറ്റം പോവാം. എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷിക്കുന്നു.